ആയിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു നിങ്ങൾക്ക് വേണ്ടി കുറേ നല്ല മിൽക്ക് ഷേക്സിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന്. സോ ഇന്ന് ഞാൻ 6 വ്യത്യസ്തമായ മിൽക്ക് ഷേക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് കാണിക്കുന്ന 2 റെസിപ്പീസ് ഒഴിച്ച് ബാക്കിയെല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് തന്നെയാണ്. അപ്പോൾ പിള്ളേർക്ക് കണ്ണ് പൂട്ടി കൊടുക്കാൻ പറ്റിയ മിൽക്ക് ഷേക്സ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആപ്പിൾ മിൽക്ക് ഷേക്കാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ആപ്പിൾ, അതിൻ്റെ തൊലിയും അതിൻ്റെ സെൻട്രൽ പോർഷൻ മാറ്റിയതിന് ശേഷം ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ചെറിയ ആപ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. നിങ്ങളുടെ കയ്യിൽ വലിയ ആപ്പിൾ ആണെങ്കിൽ 1 എടുത്താൽ മതിയാവും. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് തേനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേൻ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് ഞാൻ നേരത്തെ എപ്പിസോഡിൽ കാണിച്ചതുപോലെ തന്നെ നമ്മൾ പാക്കറ്റ് പാല് തലേദിവസം രാത്രി തന്നെ ഫ്രീസറിൽ എടുത്ത് വെച്ച് ഐസ് കട്ടികളാക്കി എടുത്തതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മിക്സി ജാറൊന്ന് അടച്ചു കൊടുക്കുക. ഇത് കുറച്ചും കൂടി റിച്ച് ആൻഡ് ക്രീമി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം എന്തായാലും ആപ്പിളൊക്കെ ധാരാളം കിട്ടുന്ന ഒരു കാലം തന്നെയാണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന ആപ്പിൾ എങ്ങാനും മധുരം കുറവ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മിൽക്ക് ഷേക്സ് ഒക്കെ ഈ ഒരു ചൂട് കാലത്ത് തയ്യാറാക്കി കഴിഞ്ഞാൽ അത് ഹെൽത്തിയാണ്. അതേപോലെ ആപ്പിൾ വേസ്റ്റ് ആക്കാണ്ട് തന്നെ നമുക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്സ് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ആപ്പിൾ മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ഇത് സെർവ് ചെയ്യണ തൊട്ട് മുമ്പായിട്ട് ഹണി നമ്മൾ സെർവ് ചെയ്യുന്ന ഏത് ഗ്ലാസ്സാണോ അതിന് ചുറ്റിനും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആപ്പിൾ മിൽക്ക് ഷേക്കും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൾ ഹണി മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുതേ. അവസാനമായിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പിസ്താഷ്യൂസും ഒരു ചെറിയും കൂടി വെച്ച് കൊടുത്തതിന് നമ്മുടെ ആപ്പിൾ ഹണി മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. സോ ഇത് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് മാംഗോ മസ്താനിയാണ്. ഇത് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് മാമ്പഴമാണ് വേണ്ടത്. ഞാനിവിടെ വലിയ മാമ്പഴം ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത മാമ്പഴമാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർക്കുക. നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള മാമ്പഴത്തിൻ്റെ മധുരത്തിന് അനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടോ കുറയ്ക്കുകയെന്ന് വെച്ചാൽ ചെയ്യേണ്ടത്. അടുത്തതായിട്ട് തലേദിവസം രാത്രി തന്നെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിരിക്കുന്ന പാലാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത്. അതേപോലെ 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി ചേർക്കുക. ഈ വാനില ഐസ്ക്രീമിന് പകരം നമുക്ക് വേണമെങ്കിൽ 1 സ്കൂപ്പ് മാംഗോ ഐസ്ക്രീമായി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനിയിപ്പോൾ നമ്മുടെ ബ്ലെൻഡിങ് ജാർ അടച്ചതിന് ശേഷം ഇത് നല്ലപോലെ അരച്ച് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ആയാലും ചേർത്ത് കൊടുത്താലും മതിയാവും. കണ്ടൻസ് മിൽക്ക് ഉപയോഗിച്ചിട്ടും ഞാൻ ഈ ഒരു മാംഗോ ഷേക്ക് തയ്യാറാക്കിയിരുന്നു. അതും വളരെയധികം ടേസ്റ്റിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇതുവരെ കാണാത്ത തീർച്ചയായിട്ടും പോയി കാണാം. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മാംഗോ മസ്താനി ഇവിടെ തയ്യാറാക്കിയിരുന്നു. ഇത് സെർവ് ചെയ്യണ തൊട്ട് മുമ്പായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാംഗോ മസ്താനി ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇത് തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പോമഗ്രാനറ്റ് കൊണ്ട്, അതായത് നമ്മുടെ മാതളം കൊണ്ടിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു മാതളം അതിൻ്റെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം കുരുവെല്ലാം ഇതുപോലെ എടുത്ത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയെന്ന് വെച്ചാൽ ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം. അടുത്തതായിട്ട് നമ്മൾ തലേദിവസം രാത്രി തന്നെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിരിക്കുന്ന പാലും കൂടി ചേർത്ത് ബ്ലെൻഡർ അടച്ച് ഇത് നല്ലപോലെ അരച്ച് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ചേർത്തിരിക്കുന്ന പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി തന്നെയായിരിക്കും. ഈ ഒരു മിൽക്ക് ഷേക്കും വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കുട്ടികൾക്ക് കൊടുക്കൂ. ഇനി ചിലർക്കെങ്കിലും ഈ ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ടായാലും നമുക്ക് ഇതുപോലെയുള്ള മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഇപ്പോൾ നോക്കിക്കോളൂ, ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. കാരണം ഇതിൻ്റെ അകത്തുള്ള കുരുക്കളുടെ ആ ഒരു അംശം ഉണ്ടാവും എന്തായാലും. അപ്പോൾ അത് അരിച്ച് മാറ്റിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആൻഡ് റിഫ്രഷിംഗ് ആയിട്ടുള്ള പോമഗ്രാനറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇത് സെർവ് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ്സിന് ചുറ്റും ഞാൻ ഇതുപോലെ പഞ്ചസാര കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിൽക്ക് ഷേക്കും കൂടി സെർവ് ചെയ്ത് ഒരു ചെറിയും കൂടി വെച്ച് കൊടുത്തതിന് നമ്മുടെ പോമഗ്രാനറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു.
ഇനി അടുത്തതായിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഷാർജ ഷേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പഴം എടുക്കുക, അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ ബ്ലെൻഡിങ് ജാറിലേക്ക് ചേർക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വറുത്ത കപ്പലണ്ടിയും കൂടി ചേർക്കുക. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 5 രൂപയുടെ ഒരു പാക്കറ്റ് ഹോർലിക്സും കൂടി ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് പാല് തലേദിവസം രാത്രി തന്നെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് എടുത്തേക്കുന്നതാണ്. ഇതും കൂടി ചേർത്തതിന് ശേഷം ബ്ലെൻഡർ അടച്ച് ഇത് നല്ലപോലെ അരച്ച് തയ്യാറാക്കി എടുക്കാം. നമ്മൾ ഇതിലേക്ക് പഴം ഏതെങ്കിലും ഇഷ്ടമുള്ള പഴം ഏതായാലും ചേർക്കാം. സാധാരണ ഇതിലേക്ക് കദളിപ്പഴം അല്ലെങ്കിൽ ഞാലിപ്പൂവനൊക്കെ ചേർക്കാറുണ്ട്. ഇതിലേക്ക് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം ഇഷ്ടമുണ്ടെങ്കിലും ചേർക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഹോർലിക്സിന് വേണമെങ്കിൽ ബൂസ്റ്റ് ആയാലും ചേർക്കാം. ബൂസ്റ്റ് ചേർത്തിട്ട് മിൽക്ക് ഷേക്ക് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തായിരുന്നു. അത് കാണാത്തത് തീർച്ചയായിട്ടും പോയി കാണുക. ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഷാർജ ഷേക്ക് ഇവിടെ തയ്യാറാക്കിയതിന് ഇത് സെർവ് ചെയ്യാനായിട്ട് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അവസാനമായിട്ട് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീമും കുറച്ച് ടൂട്ടി ഫ്രൂട്ടീസോ അല്ലെങ്കിൽ നട്ട്സ് എന്തായാലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും ചേർത്തില്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. ഈ ഒരു ചൂട് സമയത്ത് എന്തായാലും ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് റഫായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്ത് ഒരു ബ്ലെൻഡിങ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 രൂപയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടി ചേർക്കുക. അല്ലെങ്കിൽ ഏതുതരം നമ്മുടെ വീട്ടിലുള്ള കാപ്പി പൊടിയും ചേർക്കുക. ഇതിൻ്റെ കൂടെ ചോക്ലേറ്റ് സിറപ്പും 1 സ്കൂപ്പ് വാനില ഐസ്ക്രീമും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് നമ്മൾ അവസാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തലേദിവസം രാത്രി തന്നെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിങ്ങനെ പാലും കൂടി ചേർക്കുക. ഇനി ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ ബ്ലെൻഡിങ് ജാർ അടച്ച് ഇത് നല്ലപോലെ അരച്ചെടുത്തതിന് ഒരു സൂപ്പറായിട്ടുള്ള ചോക്കോ കോഫി ബ്ലെൻഡ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അതേപോലെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്ന കാപ്പിപ്പൊടി ആ ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ്. ഇത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ മിൽക്ക് ഷേക്കിൻ്റെ ടേസ്റ്റ് തന്നെയായിരിക്കും. ഇത് സെർവ് ചെയ്യണ തൊട്ട് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ സെർവിങ് ഗ്ലാസ്സിന് ചുറ്റിനും ചോക്ലേറ്റ് സിറപ്പും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിൽക്ക് ഷേക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ മിൽക്ക് ഷേക്ക് കാണാൻ നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സൈഡിൽ ഒരു വേഫറും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കയ്യിലുള്ള ചോക്ലേറ്റ് വെർമിസെല്ലി ഉണ്ടെങ്കിൽ അതും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന അതേ മിൽക്ക് ഷേക്കിൻ്റെ ടേസ്റ്റ് തന്നെയായിരിക്കും കാണാനും കഴിക്കാനും. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മിൽക്ക് ഷേക്ക് തന്നെയാണിത്. അതുകൊണ്ട് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവരും ഉറപ്പായിട്ട് ഇത് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി അവസാനമായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കരിക്ക് കൊണ്ടിട്ടുള്ള ഒരു അടിപൊളി മിൽക്ക് ഷേക്കാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഇളനീർ കുടിച്ചാൽ തന്നെ വളരെയധികം കൂളിംഗ് ആയിരിക്കും. അതും ഒരു മിൽക്ക് ഷേക്കിൻ്റെ രൂപത്തിൽ തയ്യാറാക്കിയല്ലോ. അത് ചെയ്യാനായിട്ട് ഞാനൊരു ബ്ലെൻഡിങ് ജാറിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ് ചേർക്കുന്നത്. കൂടെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന കരിക്കും കൂടി ചേർക്കുക. അതിൻ്റെ കൂടെ തലേദിവസം രാത്രി തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഐസ് കട്ടിയായിട്ടുള്ള പാലും കൂടി ചേർക്കുക. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുക. മിൽക്ക് മെയ്ഡിൻ്റെ പഞ്ചസാരയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയെന്ന് വെച്ച് ചെയ്യാം. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ബ്ലെൻഡിങ് ജാർ അടച്ച് ഇതും നല്ലപോലെ അരച്ച് തയ്യാറാക്കി എടുക്കാം. ഇത് വളരെ റിഫ്രഷിങ് കൂളായിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും എല്ലാവരും തയ്യാറാക്കി നോക്കാൻ മറക്കരുതേ. ഇപ്പോൾ നമ്മുടെ കരിക്ക് കൊണ്ടിട്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇതോടെ നമ്മുടെ കൂൾ ആൻഡ് റിഫ്രഷിംഗ് ആയിട്ടുള്ള ഇളനീർ മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് തീർച്ചയായിട്ടും എല്ലാവരും പരീക്ഷിച്ചു നോക്കൂ. ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. ഇന്ന് കാണിച്ച 6 വ്യത്യസ്തമായ മിൽക്ക് ഷേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി കൊടുത്തതിന് ഞാൻ ഇടുന്ന ഇതുപോലെ ഈസിയും വെറൈറ്റിയും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് നിങ്ങൾക്കൊന്ന് ചേരുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.